പിന്നെ ആരും കൈ പിടിച്ച് മുത്താൻ വരണ്ട. കൈമ തൊടരുത്, തുപ്പിമ തൊടരുത്, എൻ്റെ മേത്തുങ്ങൾ തൊടരുത്, തൊടാൻ പാടില്ല. ഞാൻ ഇവിടുന്ന് പരിപാടി കഴിഞ്ഞിട്ട് വേമ്പേ പറഞ്ഞുകൂടി പറയാനുള്ള വേമ്പേ പറഞ്ഞുകൂടി. എനിക്ക് നേരമില്ല, ഞാനിപ്പോൾ അർജൻറ്റായിട്ട് പോകാനുള്ളതാണ്, അത്യാവശ്യമായിട്ട് പോകാനുള്ളതാണ്. അപ്പോൾ പറയാനുള്ളത് പറഞ്ഞോളി, ഇവിടുന്ന് പറയാനുള്ളതൊക്കെ പറഞ്ഞോളി. എല്ലാത്തിനും പരിഹാരമുണ്ട്, നമുക്ക് പരിഹാരം കാണാം. പക്ഷെ എൻ്റെ മേത്ത് തൊടരുത്, കൈമ തൊടരുത്, കാൽമ തൊടരുത്. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വണ്ടിക്കാണ് പോകുമ്പോൾ ആ ബൈക്കിൽ ആരും നിന്നുകാണ്ട് കജ്ജ് തരാനോ മുസാഫത്ത് ചെയ്യാനോ അതിനൊന്നും നിൽക്കണ്ട. അതിനൊന്നും ഇപ്പോൾ എനിക്കിവിടെ നേരമില്ല. ഞാൻ കർണാടകൻ്റെയും കേരളത്തിൻ്റെയും അതിർത്തിയിൽ ഒരു 30 ഏക്കർ സ്ഥലം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിന് പിന്നെ വാങ്ങിയിട്ട് വേണം നമുക്ക് അവിടെ ഒരു സലാത്ത് മജ്ലിസ് തുടങ്ങാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ പറയാനുള്ളതൊക്കെ വേണം പറഞ്ഞോളി, തരാനുള്ളതൊക്കെ വേണം തന്നോളി. എന്നിട്ട് മേത്ത് തൊടാനും കൈമ തൊടാനും നിൽക്കണ്ട. നേരമില്ല, അർജൻറ്റാണ്, വെരി വെരി അർജൻറ്റാണ്. ഞാൻ പോകാൻ കാരണം എന്താ അറിയോ? മുത്തുനബിനെ കണ്ടതാണ്. മുത്തുനബി തന്നതാ 30 സെൻറ്റ് സ്ഥലം, 30 ഏക്കർ എന്നാ പറഞ്ഞത്. ഞാൻ പോയി നോക്കട്ടെ, ഏതെങ്കിലും ഇപ്പോൾ ഇത് അറിയുള്ളൂ. അതിൻ്റെ കായൊക്കെ ഗൂഗിൾ പേ വഴി കിട്ടിക്കണേ, സാധനമൊക്കെ അവിടെ എത്തിക്കണേ. ഇനിയിപ്പോൾ അത് നമുക്ക് അവിടെ സലാത്ത് മജ്ലിസിൽ തുടങ്ങണം, അതിനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുക. മേത്ത് തൊടാൻ നിൽക്കരുത്, ഇന്നൊന്നും ചെയ്യാനും നിൽക്കരുത്, ഒന്നിനും നിൽക്കണ്ട. നിങ്ങൾ നേരെ കർണാടകയ്ക്കാണ് കയറിക്കോളി, അവിടെ ഉണ്ടാവും മജ്ലിസ്.